ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹോൾ ഓഫ് ഫെയിമിന്റെ മറ്റൊരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. കാര്യം യോഗ എന്ന് പറയുന്ന ഒരു ബിസിനസ്, ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ വെറും 5 മാസം കൊണ്ട് 1.5 ലാക്ക് ജനറേറ്റ് ചെയ്ത വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഓക്കെ, കോയമ്പത്തൂരിൽ നിന്നും വിദ്യ രാജേഷ് നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇപ്പം ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആൾക്കാർക്കൊക്കെ വിദ്യനെ അറിയാം. വിദ്യ ഒന്ന് പരിചയപ്പെടുത്താമോ? ആരാണ്? എന്താണ് ചെയ്യുന്നത്? എന്നൊക്കെയുള്ളത് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ മാം. എൻ്റെ പേര് വിദ്യ രാജേഷ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്. ഞാനൊരു യോഗ ഇൻസ്ട്രക്ടർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ലേഡീസിന്റെ സ്ട്രെസ്സിനെ യോഗയിലൂടെ എങ്ങനെ കുറക്കാന്നുള്ളതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ. ഓൺലൈൻ ആയിട്ടാണ് അല്ലേ? ഓൺലൈനായിട്ട്. ഓൺലൈനായിട്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് എങ്ങനെയാ അറിഞ്ഞത്? എത്ര നാളായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്? ഇപ്പൊ ഒരു 1 ഇയർ ആയിട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് മാം. ഉം. എനിക്കിത് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും കൂടുതലും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോയാലാണ് ഇനി മുന്നോട്ടേക്ക് നമുക്ക് പോവാൻ കൂടുതൽ എളുപ്പം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിഞ്ഞതും ജോയിൻ ചെയ്തതും. ഓക്കെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഞാൻ എത്ര പറഞ്ഞാലും അത് കുറഞ്ഞു പോകുന്നുള്ളതാണ് മാം. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാരണം ഞാനൊരു എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഞാൻ സീറോയിൽ നിന്ന് ഇവിടെ ജെയിൽ വരുന്നവരെ എനിക്ക് അതിന് നോളജ് എന്ന് പറയുന്നത് വെറും സീറോ ആയിരുന്നു. അത് ഫേസ്ബുക്ക് ആയാലും എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. പിന്നെ ഇത്രയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും ഇല്ല. താങ്ക് യു. ജെ സോ ജെ മച്ച്. സക്സസ് മന്ത്ര ആ ഒരു പേര് പോലെ തന്നെയാണ്. സക്സസ് ആണ് നമ്മൾ അവിടെ വന്ന് എന്താ പറയേണ്ടത് അവിടെ വരുന്ന എല്ലാരും സക്സസ് ആകും. ഓക്കെ, താങ്ക് യു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നതിന് മുന്നേ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാല് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈഫില്? ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം മാം മെയിൻ ആയിട്ട് എനിക്ക് റെഫറൽ വഴിയാണ് ഉം, ഉം, സ്റ്റുഡൻസ് വന്നോണ്ടിരുന്നത്. ഉം, ഉം, അപ്പൊ ഉം. സ്റ്റാർട്ടിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് ആ ഒരു റെഫറൻസ് സ്റ്റോപ്പ് ആയതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സ്റ്റുഡൻസ് വളരെ കുറവാവാൻ തുടങ്ങി. ഇടയ്ക്ക് നല്ലൊരു സ്റ്റക്കായി നിന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഉം, ഉം. അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഇത് ആഡ് കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഓക്കെ. എനിക്ക് അറിയാവുന്നത് ഈ റെഫറൻസും സ്റ്റാറ്റസ് ഇടുന്നതും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറയുന്നതും മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അങ്ങനെ മാത്രമായിരുന്നു ക്ലയന്റിനെ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ നേരത്തെ? അതെ 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 ഓക്കെ, ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 മാസമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ. ശരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലൈഫിൽ വന്നിട്ടുള്ള 5 അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? മെയിൻ ആയിട്ട് മാം ഞാൻ ഈ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു എനിക്കത് ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ല തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മടിയാണ്. അത് ട്രൈ ചെയ്യില്ല. പക്ഷെ ഉം. അതെനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. പിന്നെ യോഗ എന്നുള്ളതൊരു വിപിൻ സാറിന്റെ അടുത്ത് വന്നപ്പോഴാണ് അതില് എങ്ങനെ മുന്നോട്ട് പോകണം, ആൾക്കാരുടെ പെയിൻ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഉം. നമ്മൾ ആ നിഷൊക്കെ സെലക്ട് ചെയ്യണം. അത് എങ്ങനെയെന്നുള്ളതൊക്കെ എനിക്ക് വിപിൻ സാർ പറഞ്ഞു തന്നപ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ എവറി മന്ത് ക്ലാസ് എടുക്കും. ആ ഒരു നോർമൽ വേയിലൂടെയാണ് പോയത്. എനിക്ക് ഡിജിറ്റലിൽ വന്ന ശേഷമാണ് അതിങ്ങനെ ഒരു സിൽവർ മെമ്പർഷിപ്പ് അങ്ങനെ യോഗയിലും ചെയ്യാന്നുള്ളത് എനിക്ക് വിപിൻ സാർ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഉം, ഉം, ഉം. അതിപ്പം ഒരുപാട് എന്റെ സ്റ്റുഡൻസിന് ഹെൽപ്പ് ആയിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇപ്പം ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ആ മെമ്പർഷിപ്പ് എടുത്ത സ്റ്റുഡൻസിന് എന്റെ ആ ഒരു റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടാഗ് മാംഗോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് അറിഞ്ഞത് എനിക്ക് തോന്നുന്നു ഉം. എവറിത്തിങ് ഇവിടെ വന്നിട്ടാണ്. വിപിൻ സാറിന്റെ അടുത്ത് നിന്നാണ്. പിന്നെ ഒരുപാട് ഇന്റർനാഷണൽ ട്രെയിനേഴ്സിന്റെ കാര്യങ്ങളായാലും എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ടാഗ് മാംഗോ മാം എനിക്ക് ഒരുപാട് ഹെൽപ്പായി. എനിക്കൊരു ഉം, ഉം. മെമ്പർഷിപ്പ് ബിൽഡ് ചെയ്യാനും അതെന്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു ഇത് യോഗയിൽ ഇല്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും ഉം, അധികം ഉം. ഇല്ല. അത് അങ്ങനെ ഒരു ഇതെനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അതൊരു വലിയ ഓക്കെ. അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം എനിക്ക് അങ്ങനെ നമുക്ക് യോഗ സ്വന്തമായിട്ടൊരു LMS പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അല്ലേ? അതെ. പിന്നെ മാം നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ ഒരു
എന്താ പറയണ്ടേ, ഹയർ ലെവൽ തിങ്കിങ് ഉള്ള ആൾക്കാരാണ്. ഒരു ഉം. ഹയർ ലെവൽ പീപ്പിൾസ് ആണ്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഹയർ ലെവൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും എപ്പോഴും ആ ഒരു ലെവലിലേക്കേ പോകുള്ളൂ. ഉം, ഉം. ഓക്കെ. പുതിയ പുതിയ, കാരണം നമ്മൾ അവിടെ കാണുന്നത് കോച്ചിങ് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത ബിസിനസ്, എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടുന്നുണ്ട്, ഉം. അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്നുള്ളതും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നോളജ് കിട്ടുന്നുണ്ട്. പിന്നെ വിപിൻ സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ടാണ് ഇത്രയും ഇന്റർനാഷണൽ ട്രെയിനേഴ്സിന്റെ ഒക്കെ നമുക്ക് കുറച്ച് അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ അറിയാൻ പറ്റിയതൊക്കെ വിപിൻ സാറിന്റെ ക്ലാസ്സിൽ വന്ന ശേഷമാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ വിപിൻ സാറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വിപിൻ സാറിനെ പറ്റി പറയാനുള്ളത്? വിപിൻ സാറിനെ പറ്റി എന്താ പറയണ്ടേ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യനെ ഞാൻ കോച്ചിങ്ങിന് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല മാം. കാരണം എന്താണ് സാറിന് അറിയാം, മുന്നിലൊരു സ്റ്റുഡന്റ് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള സാറിന് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് അറിഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാനും. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ തന്നെ ചില ആൾക്കാരെടുത്ത് ഓക്കെ അതിലൂടെ പോയി അതല്ല അവരുടെ കറക്റ്റ് വേ എന്ന് പറഞ്ഞു കൊടുക്കാൻ സാറിന് അറിയുന്നുണ്ട്. ഉം, ഉം. ഇപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സ്റ്റെക്കായി നിന്ന ഒരു ടൈമിലായിരുന്നു വന്നത്. ഉം, എനിക്ക് ഉം. തന്നെ സാറിന്റെ ആ ഒരു ഓഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കും ഈ ഒരു അച്ചീവ്മെന്റിൽ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. സാറിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും കൊണ്ടാണ്. ഉം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും മാം, വിപിൻ സാറ് മാത്രമല്ല, ജെയിലെ എല്ലാ സ്റ്റാഫും, നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പിലുള്ള ഷാലു മാം ആയാലും പ്രിയ മാം ആയാലും ഷൽമ മാം ആയാലും വിമൽ സാർ ആയാലും അവരൊക്കെ നല്ലൊരു മോട്ടിവേറ്റേഴ്സ് കൂടിയാണ്. നമ്മൾ എവിടെ സ്റ്റക്കായി നിൽക്കുമ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനായാലും അവരുടെ ഒരു ഹെൽപ്പ്. കാരണം വിപിൻ സാറിന് പറയുന്ന അതിനോടൊപ്പം തന്നെ അവരെ കൂടി മെൻഷൻ ചെയ്താൽ മാത്രമേ, കാരണം അവരും നമ്മുടെ സക്സസിന്റെ ഒരു പാർട്ടായിട്ട് നിന്ന ആൾക്കാരാണ്. ഓക്കെ, ഓക്കെ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇപ്പോ ഈ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ഇല്ല, എനിക്ക് ഈ നിഷ് ശരിയാവുന്നില്ല, എനിക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അല്ല എങ്കിൽ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യണോന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. ഓക്കെ, എനിക്കിത് ഒന്നുകൂടെ, ഈ ഒരു സ്കിൽ എനിക്കുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടക്കാം എന്നൊരു ചിന്ത ഉള്ള ആൾക്കാരുണ്ടാവാം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 ടിപ്പ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മാം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു മെന്ററിന്റെ കീഴിൽ അഡ്വൈസ് തേടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ഒരുപാട്, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, നിറയെ ആൾക്കാരുണ്ട് മെന്റേഴ്സ് ആയിട്ട്. നമുക്ക് ബിസിനസ്സിൽ വേണോ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലായാലും നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ചിന്തിച്ച് ആലോചിച്ചിട്ട് സമയം കളയുന്നതിലും നല്ലത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത് നല്ലൊരു മെന്ററിന്റെ അടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും, സക്സസ് ആവാനും പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ വിദ്യ രാജേഷ് ഒരു വുമൺ ഓൺടർപ്രണർ ആണ്. ഇതേപോലെ വീടുകളിൽ ഒരുപാട് സ്കിൽ ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ കഴിയാതെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അപ്പം അവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? സ്ത്രീകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ പരാജയപ്പെടുവോ? അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകേണ്ടത് ആവശ്യമാണോ? എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മാം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവേണ്ടത് ആവശ്യമാണെന്നുള്ളത്. കാരണം ഞാൻ ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. അപ്പോ നിറയെ ആൾക്കാർ പറയാറുണ്ട്, ഇപ്പം ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സ്ട്രെസ്സിന്റെ മെയിൻ കാരണം അവര് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ സ്ട്രെസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. കാരണം ഒരു മണി ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് വരും. ഒപ്പം ഫാമിലിയിലും സൊസൈറ്റിയിലും അവർക്കൊരു റെസ്പെക്ട് ഷുവറായിട്ടും കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നു, ആ വെറുതെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്യണം എന്ന് ഇപ്പം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആഫ്റ്റർ ദ കൊറോണ ഒരുപാട് ചാൻസസ് അവരുടെ മുന്നിലുണ്ട്. നമ്മൾ ഏത് മേഖല എടുത്താലും നമുക്ക് ഓൺലൈനിൽ കൂടെ, കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് തന്നെ ഇറങ്ങിയ ശേഷം എത്ര പേരാണ്, ഇപ്പൊ മാമിന് തന്നെ അറിയാം, അതെ. എത്ര പേരാണ്. നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക് പോയി ഓക്കെ അവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നെക്സ്റ്റ് നമുക്ക് എന്താ മുന്നിലേക്ക് വേറെ
ഒരു വഴി ഉണ്ടല്ലോ. നമ്മൾ ഒരു എടുക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. ഉം, അപ്പോ ഉം. എനിക്ക് തോന്നുന്ന ഒരു സ്കിൽ ഇല്ലാന്ന് പറഞ്ഞ് എന്ത് ചെറിയ കാര്യമായാലും നമുക്ക് വീട്ടിലിരുന്നത് ചെയ്ത് സക്സസ് ആവാൻ പറ്റുന്നുള്ളത് ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് മാം. ഓക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു സ്ത്രീക്കാണ് കൂടുതൽ അത് പറയാൻ കഴിയുന്നത്. അതെ, അതാണ് അതെ. ഞാൻ ചോദിച്ചത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഡെഫിനിറ്റ്ലി ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇങ്ങനെ മാറി 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 നിൽക്കുന്ന ആൾക്കാര്. എനിക്ക് തോന്നുന്നു വിദ്യ ഒരു ഷൈ പേഴ്സൺ ആണ്. എന്നിട്ട് കൂടി മുന്നോട്ട് വന്ന് ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് വർക്ക് ചെയ്യുകയാണ് അതില്. ഓക്കെ. ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഗിവ് അപ്പ് ചെയ്യാനുള്ള ഇനി ഒരുപാട് കാര്യങ്ങള് വന്നിട്ടുണ്ട്. എന്നിട്ടും ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്തോണ്ടിരിക്കയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താണ് അതില് റിസൾട്ട് വരുത്തിയിട്ടുള്ളത്. അത് ഭയങ്കരായിട്ട് മോട്ടിവേഷൻ ആണ് എല്ലാവർക്കും. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ഈ കോഴ്സില് ജോയിൻ ചെയ്തിട്ട് ഏത് ടൂളാണ് ശരിക്കും പ്രയോജനപ്പെട്ടിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിലേക്ക് ഏൺ ചെയ്യാൻ പറ്റിയത്? അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതറിഞ്ഞാൽ അവർക്ക് അതാണ് കൂടുതൽ അറിയണ്ടേ. എന്ത് ചെയ്തിട്ടാണ് ശരിക്കും ഇത് ഏൺ ചെയ്യാൻ പറ്റിയത്? എന്താണ് അവരോട് പറയാനുള്ളെ? തീർച്ചയായിട്ടും മാം, എനിക്ക് ഈ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം ഞാൻ മാമിന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞു. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് വരെയും എനിക്ക് റെഫറൽസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് റെഫറൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. കാരണം സ്റ്റാറ്റസ് ഇടുക, മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറയുക, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഉം. അപ്പോ ഈ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്കൊരു എന്താ പറയണ്ട, ആ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഫേസ്ബുക്കിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ പറ്റി. പിന്നെ വരുന്ന ആൾക്കാരെ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളത് ഒരു ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ടൂൾസ് കുറെ വിപിൻ സാറ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ആ ഒരു ക്ലോസിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ നേരത്തെ മാമിന്റെ അടുത്ത് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ടാഗ് മാംഗോ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കോഴ്സുകളൊക്കെ മെമ്പർഷിപ്പും കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റി. അതൊക്കെ അതിലും കൂടുതലുണ്ട് മാം. എനിക്കിപ്പോ ഇതൊക്കെയാണ് പെട്ടെന്ന് മാം ചോദിക്കുമ്പോൾ ഓർമ്മ വന്നത്. പിന്നെ ഉം. ഒരു ബിസിനസ് എനിക്കെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ എല്ലാവരും ഗവൺമെന്റ് ജോബിലുള്ള ആൾക്കാരാണ്. എനിക്ക് യോഗ എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ബിസിനസ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിവിടെ വന്നിട്ട് വിപിൻ സാറ് പറഞ്ഞു തന്നപ്പോഴാണ് യോഗയൊക്കെ ഏതിൽ വരും എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ മാം, കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലും കൂടുതലാണ് പഠിച്ച കാര്യങ്ങള്. അപ്പം ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ സെയിൽസ്, ആ വരുന്ന ലീഡ്സിനെ സെയിലില് കൺവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വരും. പിന്നെ ബാക്കി അതിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ. അതാണ് നമ്മളുടെ അതെ. വിദ്യാ മാം നിങ്ങൾക്ക് തരുന്ന ആ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് ഹിപ്നോട്ടിക് ബിസിനസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന അറൗണ്ട് ഒരു 2 ലാക്ക് കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത്രയും രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു കോഴ്സ് പഠിക്കേണ്ടതുണ്ടോ ശരിക്കും? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും മാം, നമ്മൾ ആ ഒരു പ്രൈസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിലുള്ള ഒരു വാല്യൂ കിട്ടുന്നത്. ഉം, ഉം. കാരണം ഓക്കെ. ആക്ഷൻ എടുക്കാൻ പറ്റുന്നവർ മാത്രമാണ് അത്രയും പൈസ കൊടുത്തിട്ട് അതിലേക്ക് വരുന്നുള്ളത്. ഉം. നമ്മൾ ആ ഒരു വൺസ് ആ ഒരു പൈസ കൊടുക്കുമ്പോൾ നമുക്കും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമുക്ക് ആ കൊടുക്കുന്നതിലും കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്കും ഉണ്ടാകും. നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും വരും മാം. അത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റും ആ ലെവലിലേക്ക് എത്തുമല്ലോ. അതെ, അതെ. റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ ഡയമണ്ട് മെമ്പർഷിപ്പ്? തീർച്ചയായിട്ടും മാം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള, കാരണം എനിക്ക് ഈ ഒരു മാം തന്നെ പറഞ്ഞു നമുക്ക് വിട്ടിട്ട് പോവാനുള്ള, ഞാൻ പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇത് വിട്ട് വേറെ വല്ലതിലേക്കും പോകണമെന്ന്. പക്ഷെ നമുക്ക് ഒരു മെന്ററിന്റെ കീഴിൽ നമുക്ക് അഡ്വൈസ് തരാൻ ആൾക്കാരുണ്ടെങ്കിൽ, നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് നമ്മൾ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നോളജ് ഉള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ, നമ്മൾ ആക്ഷൻ എടുക്കാൻ റെഡി ആണെങ്കിൽ എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് എസ്പെഷ്യലി അതൊരു, ഞാൻ പറഞ്ഞു തന്നെ, ഒരു ഹയർ ലെവൽ ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുമ്പോൾ 1 CR-ഉം 10 CR ഒക്കെ അച്ചീവ് ചെയ്ത ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും ആ ലെവലിലേക്ക് വളരും. അതെ. അത് തന്നെയാണ് മാം നേരത്തെ ചോദിച്ചതിന്റെ ഒരു ആൻസറും കൂടിയാണ്, ഇത്രയും പൈസ കൊടുത്ത് അതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു ക്ലാസ്സിന്റെ വർത്തി, കാരണം വിപിൻ സാറിന്റെ കൂടെ ഇരുന്ന്
ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ് ആ ക്ലാസ്സിലുള്ളത്. ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ വന്നിരുന്നിട്ട് ആരും നമ്മളടുത്ത് എന്താണ് ഫ്യൂച്ചറിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവര് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ മാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്. അതെ. ബിസിനസ് ആൻഡ് കോച്ചിങ് ആർക്കായാലും നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇരിക്കുമ്പം എന്തായാലും നമുക്ക് നല്ലൊരു മാറ്റം എല്ലാവർക്കും മുന്നോട്ടേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഗ്രേറ്റ് ആണ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ ഈ വരുന്ന DMRല് ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങാനായിട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ. അതെ. ലാസ്റ്റ് ടൈം ഡ്രീം സെറ്റർ ആയിരുന്നു. ഈ ടൈം ഹോൾ ഓഫ് ഫെയിം ആണ്. നെക്സ്റ്റ് ടൈം 1 CR അവാർഡ് വാങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അവാർഡ് തരാൻ കഴിയട്ടെ സാറിനൊപ്പം. ഓക്കെ. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന്. എനിവേ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. നിങ്ങൾക്കും നമ്മളുടെ ഹിപ്നോട്ടിക് ബിസിനസ് ട്രയാങ്കിൾ ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.